welcome to Purinju Tutu. നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പുറത്ത് തന്നെ കുറേ റിക്ഷകളുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ വണ്ടി തേടി പോകുന്ന ആവശ്യമില്ല. നമ്മളവിടെ മാർക്കറ്റിലുള്ള 1-2 കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. ഇവിടുത്തെ തുണിക്കടകളൊക്കെ കൂടുതൽ മെറ്റീരിയൽസാണ് ഉള്ളത്. അവിടുന്ന് നമ്മൾ മെറ്റീരിയൽസ് എടുത്ത് ചെയ്താൽ അവർ ആ മെറ്റീരിയൽ വെച്ചിട്ട് ഡ്രസ്സ് തയ്ച്ച് തരും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഡ്രസ്സ് അവർ തയ്ച്ച് തരും. അങ്ങനെ ഞാൻ ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മളിനി പോകുന്നത് നല്ല പ്രധാനപ്പെട്ട സ്ഥലത്താണ്. നിങ്ങളെല്ലാവരും ജാലിയൻവാല ബാഗിൽ കൂട്ടക്കൊല കുറച്ച് കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ അവിടേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടത്തിയ സ്ഥലം. നല്ല വന്ദേ മാതര മ്യൂസിക്കൊക്കെ ഈ ഗ്രൗണ്ടിലുണ്ട്. ഈ സ്ഥലത്തെ കൂടെ ഒക്കെ നടക്കാൻ നല്ല സുഖമുണ്ട്. ഹിസ്റ്ററി പഠിക്കുന്നവരും പഠിച്ചവരും എല്ലാവരും ഈ ഒരു സ്ഥലം കാണേണ്ടതാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ ഫ്രണ്ട്സ്? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് വെടിവെപ്പിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ കിണറ്റിൽ ചാടിയിട്ടുണ്ടായിരുന്നു. ആ കിണറാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു കിണറിലാണ് വെടിവെപ്പിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ എടുത്ത് ചാടിയത്. ഈ ചുമലിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചത് കണ്ടോ ഫ്രണ്ട്സ്? അതൊക്കെ വെടിവെച്ചതിന്റെ പാടുകളാണ്. ഈ ചുമലിന്റെ പുറത്ത് നിന്നാണ് ഇതിന്റെ ഉള്ളിലുണ്ടായ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത്. ഇതിന്റെ ഉള്ളില് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെ കുറിച്ചും ആ കാലത്തുണ്ടായ മഹാമാരിനെ കുറിച്ചും ഒക്കെയാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്.
വെച്ചിട്ടുള്ളത്. ഇതും നേരത്തെ കണ്ടുപോലെ വീട് കൊണ്ട പാടുകൾ മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഇവിടെ ഓരോ വലിയ വലിയ ആൾക്കാരുടെയും കോഡ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹിസ്റ്ററി പ്ലസിൽ നിങ്ങളെല്ലാവരും വരുന്ന ഹിസ്റ്ററി പഠിക്കുന്നവർ മാത്രം വന്നാൽ മതി. ഹിസ്റ്ററി പഠിക്കാതെ അവർ വരണ്ട. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ഉമ്മ. അത്രേ ഉള്ളൂ വീഡിയോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് വേണ്ടിയിട്ട് ഒരു പഞ്ചാബി ജൂത്തി മേടിച്ചു. ഈ വൈറ്റ് കളറാണ് ഞാൻ മേടിച്ചത്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? അടിപൊളിയല്ലേ? അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഈ ഒരു ഹോട്ടലിൽ കാണാൻ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവാണ്. നമ്മൾ ഗോൾഡൻ ടെമ്പിളിന്റെ ഉള്ളിലേക്കൂടെയാണ് നമ്മളെ റൂമിൽ പോണത്. അപ്പോൾ അത്രയുള്ള വീഡിയോ. സീ യു. ടാറ്റാ ബൈ ബൈ.